പ്രോഗ്രാമിൻ്റെ പേര് ആരിഫ് കോളിംഗ് എന്നാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ അതിനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാം. എങ്ങനെയാണ് ആരിഫ് ബ്രോ പിന്നെ കോയ കോളിങ്ങിന് മുമ്പും ശേഷവും ഈ വിശ്വാസികളിൽ നിന്നുള്ള ഒരുപാട് പ്രതികരണങ്ങളോട് താങ്കൾ ഒരു പരിധിവരെ സംയമനത്തോടെയും കുറച്ച് റഷായിട്ടും ഒക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം, അതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് താങ്കളുടെ വ്യൂവേഴ്സ് പലപ്പോഴും അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. താങ്കൾ ആ വിഷയത്തിൽ ചിലവരോട് പ്രതികരിക്കുമ്പോൾ, ഇതൊരു വിമർശനമാണ് ഈ ചോദ്യം, പലരും ആരിഫ് പങ്കെടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ അയച്ചു തന്ന ചോദ്യമാണ്. താങ്കളെ കേൾക്കാൻ നല്ല താല്പര്യമുണ്ട്, താങ്കൾ പോയിന്റ് നോക്കി അടിക്കുന്ന ഒരാളാണ്, പക്ഷെ താങ്കളുടെ ഭാഷ പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അതിര് വിട്ടു പോകുന്നുണ്ടോ എന്ന് അങ്ങനെ ഒരു വിമർശനമുണ്ട്. താങ്കൾ അതിനെ എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് അറ്റം ചെത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അറ്റം ചെത്തിയതിന്റെ കാര്യം പറയുമ്പോൾ അറ്റം ചെത്തുന്നതിൽ ഒരു കുഴപ്പം അവർക്ക് തോന്നാറില്ല. അത് പറയുന്നതിലാണ് പ്രശ്നം. അത് നമ്മളങ്ങ് സഹിക്കാന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് വഴി. കാരണം അതൊരു വലിയ പ്രശ്നമാണ്, ഒരു സാമൂഹിക ദുരന്തമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കേണ്ട ഒരു സാധനമാണ്, ഒരു വലിയൊരു അന്ധവിശ്വാസമാണ്. പിഞ്ചു കുട്ടികളുടെ ചേലാക്രമം നടത്തുക എന്ന് പറയുന്ന വിഷയം, അത് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരോ അല്ലെങ്കിൽ ആര് തന്നെ ആയാലും, മീഡിയ ആയാലും, അവരതൊരു അന്ധവിശ്വാസമായിട്ട് പോലും കണക്കാക്കാറില്ല. അപ്പോൾ അത് കുറച്ചെങ്കിലും ഒരു ബോധം ഇത് വിശ്വാസികളുടെ ഇടയിലേക്ക് ഉണ്ടാവണമെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല എന്നും അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു സംഗതി വിളിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അത് അങ്ങനെയെങ്കിലും വഴിയാകട്ടെ എന്നുള്ളത്. പിന്നെ സാധാരണ ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഉപയോഗിക്കാറുണ്ട്. മദ്രസ പീഡനം എന്ന് പറയുന്ന വിഷയമാണ്. വീട്ടിൽ വെളിച്ചെണ്ണ കുപ്പി കാണുമ്പോഴെങ്കിലും മദ്രസ പീഡനത്തെക്കുറിച്ച് അവർ ഓർക്കട്ടെ എന്ന് കരുതി തന്നെയാണ്, അല്ലാതെ അവർ ഒരിക്കലും അത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നില്ല. അധിക്ഷേപമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ അവരെ ഉള്ളിലേക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊരു ക്യൂ ക്രിയേറ്റ് ചെയ്യുന്ന പറയാം, അതായത് ഒരു ആങ്കറിങ് പോയിന്റ്സ് ആണ്. അല്ല, ഈ മുറിക്കുന്നത് അത്രയും വലിയ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയോട് ചെയ്യുന്ന ദ്രോഹത്തിൽ ആർക്കും വേദന തോന്നുന്നില്ല, എന്നാൽ അത് പറഞ്ഞ് കളിയാക്കുമ്പോൾ വേദന തോന്നുന്നില്ല. ആ വിഷയം ഉയർത്തിക്കൊണ്ട് താങ്കൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കേസ് പോലും ഫയൽ ചെയ്തതായിരുന്നു, അത് ഹൈക്കോടതി നിരുപാധികം തള്ളിക്കളഞ്ഞു. അതെ, അവര് ഹൈക്കോടതി പോലും അത് നിരീക്ഷിച്ചത് ഇത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് കൊടുത്തു എന്നാ പറഞ്ഞത്. അതിനുശേഷം ഒരു മരണം ഉണ്ടായി ഇപ്പൊ അടുത്ത് തോന്നുന്നില്ല കുട്ടികളും. പിന്നെ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമ്മുടെ സംഘാടകർ മൈക്ക് നമ്മുടെ ടീമിന് കൊടുക്കണം, ആരിഫിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളിലേക്ക് പോകണം. ഞാൻ ഒരു എക്സ് മുസ്ലിം ആണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇസ്ലാം മതത്തിലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ടാഗ് ലൈൻ ഒന്നും വെക്കാറില്ല, അങ്ങനെ വെക്കുന്നതിനോട് താല്പര്യമില്ല. എങ്കിലും പല ലിബറലായ മുസ്ലിം ആളുകളെയും എക്സ് മുസ്ലിം ആയിട്ടുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇപ്പം നഗ്മ നാസർ, താങ്കൾ അറിയുമെന്ന് അറിയില്ല, ഒരു ഫേമസ് യൂട്യൂബറാണ്. ദാറ്റ് മല്ലൂച്ചിക് എന്ന് പറയുന്ന ഒരു ചാനലൊക്കെ ഉണ്ട്, അവർ കുറച്ച് ഫേമസ് ആണ്, പുറത്ത് എവിടെയാണെന്ന് തോന്നുന്നു. അവരൊക്കെ ഈ ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ഫലസ്തീൻ വിഷയങ്ങളിലൊക്കെ ഹമാസിനൊക്കെ വളരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അവർ മാത്രമല്ല, പലപ്പോഴും ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ചവർ ശക്തമായി ഇസ്ലാമിനെ വിമർശിക്കുന്ന സമയത്തും അവർക്ക് ഇത്തരം കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇവർ ഈ കാണിക്കുന്ന ലിബറൽ മനോഭാവം ഒരു കള്ളത്തരാണോ? അതെന്താണ് അതിൻ്റെ കാരണം? അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിനൊരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടെംപ്ലേറ്റിൽ കൂടെ അല്ലാതെ പോയാൽ അവർ മാനവിക വിരുദ്ധരായിട്ട്, ഹൃദയം കല്ലിൽ കൊത്തിവെച്ച ആളുകളായിട്ട് ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥ. പിന്നെ സയനിസ്റ്റ് എന്നുള്ള വിളിപ്പേര്, പിന്നെ അങ്ങനെ കുറേ വിളിപ്പേരുകൾ, ചാപ്പകൾ ഉണ്ട്. ഇതിനെ ഭയന്നിട്ടും അതുപോലെ തന്നെ ഈ വിഷയത്തിലുള്ള അജ്ഞത കൊണ്ടും, അജ്ഞതയുടെ കാരണം എന്ന് പറയുന്നത് ഒന്ന്, അവർ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരത് വിശ്വസിച്ച് മുന്നോട്ട് പോകാന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തത്, ഇനി പറഞ്ഞത് അഥവാ ഇതിലെന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടെങ്കിലോ എന്നൊരു ചിന്ത അതുപോലും തടയപ്പെടുകയാണ്. കാര്യമായി സ്റ്റഡി നടത്തുന്നുണ്ടാവില്ല എന്നുള്ളതായിരിക്കും. അതിനൊരു സാധ്യത അവർ കൊടുക്കുന്നില്ല. പൊതുബോധം അങ്ങനെ ആയതുകൊണ്ട്. ഞാനിപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഒരു ഇസ്രായേൽ യാത്ര നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന ഉണ്ട്. അതെ, അപ്പൊ അതില് നെതന്യാഹുവിനോട് അന്വേഷണം പറയണം. അപ്പൊ അതില് അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ എന്നാണ് അവർ പറഞ്ഞത്, ഇസ്രായേലിന്റെ കൊടി പബ്ലിക്കായിട്ട് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത ഒരേ ഒരു വ്യക്തി ഞാനാണെന്നാണ് അവർ പറയുന്നത്. അത് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം. അപ്പോൾ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തിനാണ് അങ്ങനെ ഒരു കൊടി വെക്കുന്നത്? ഈ ഹമാസ് അവിടെ ഗാസയിൽ കുട്ടികൾ മരിച്ചു വീഴുന്നില്ലേ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും കാണാനില്ലേ, പറയാനില്ലേ എന്നാണ് ചോദിക്കുക. നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, നമ്മൾ ആ കൊടി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 100% നിരൂപാധികമായ ഒരു സപ്പോർട്ട് ഇസ്രായേലിന് കൊടുക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ നിങ്ങൾ ധരിച്ചാൽ പോലും നമ്മളവിടെ പറയുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്,
ഈ വിഷയത്തിൽ ഇതിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും മറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ടോ, പരിശോധിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സ്വയം ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ബാക്കി വശങ്ങൾ അവിടെ വരുള്ളൂ. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ഹിസ്റ്ററി ഒരു 1948 വരെ കുഴിച്ചവിടെ നിർത്തും, അതിന് പിന്നോട്ട് പോകില്ല. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ രീതിയിലുള്ള സംഗതികൾ വെച്ചുകൊണ്ട് ഈ കുട്ടികൾ കൊന്നെടുക്കപ്പെടുന്ന കണക്കുകൾ പോലും തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ 40,000 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. 40,000 പേരിൽ 20,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ഹമാസിൻ്റെ പോരാളികൾ മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള എത്ര പേരാണ്? 20,000 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ കണക്കുകൾ ഇപ്പോൾ പറയുന്നത്, പുറത്തേക്ക് വരുന്നത്, മറ്റ് അസുഖങ്ങൾ കൊണ്ട് മരിച്ച ആളുകൾ, മറ്റ് വിഷയങ്ങൾ കൊണ്ട് മരിച്ച ആളുകൾ പോലും ഇതിനകത്ത് ഇവർ പെടുത്തിയിരിക്കുകയാണ്. പിന്നെ കുട്ടികൾ കൊല്ലപ്പെട്ടു. ഈ കുട്ടികൾ എന്ന് പറയുന്ന ആളുകൾ അവരുടെ കയ്യിൽ പോലും ആയുധം കൊടുത്ത് വിട്ടിട്ടുണ്ട് പലപ്പോഴും. അവർ കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക് ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 7-ന് അവിടെ നടന്ന ആ ഒരു അക്രമം, ആ തീവ്രവാദ അക്രമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസിൽ നമുക്ക് കാണാം. സൈനിക വേഷത്തിലല്ല അവർ അറ്റാക്ക് ചെയ്യുന്നത്, സിവിലിയൻ വേഷത്തിലാണ്. ആ സിവിലിയൻ വേഷത്തിൽ പോയ ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരേത് ഗണത്തിലാണ് പെടുത്തുക? സിവിലിയൻസ് ആയിട്ടാണ് കൊല്ലപ്പെടുത്തുക. ഇതാണ് അവിടെ സംഭവിക്കുന്നത് പല രീതിയിൽ. പിന്നെ ഹ്യൂമൻ ഷീൽഡ് എന്ന് പറയും, മനുഷ്യ കവചം, അത് വെച്ചുകൊണ്ട് നടത്തുന്ന അക്രമങ്ങൾ. അപ്പോൾ ഹോസ്പിറ്റലുകളുടെയും മറ്റേ നഴ്സറി സ്കൂളിൻ്റെയൊക്കെ അടിയിൽ ഇരുന്നു കൊണ്ട് ഈ റോക്കറ്റ് വിടുകയും അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുമ്പോൾ അവരോട് ഒഴിഞ്ഞു മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞു മാറാൻ സമ്മതിക്കാതെ അവരെ അവിടെ താക്കോല് വരെ വണ്ടിയുടെ ഊരി വെച്ചും അല്ലെങ്കിൽ അവർ വാതിൽ പൂട്ടിയിട്ടിട്ടും അവരെ കൊല്ലാൻ ഇട കൊടുക്കുന്ന കാഴ്ച. ആഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇസ്രായേലിലെ ശരിക്കും മതം തന്നെയല്ലേ ഈ സമാധാനം? അവർ ഈ മതം മാറ്റിവെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ജനതയ്ക്ക് ഒരുമിച്ച്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ അബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന ഈ അവസാനത്തെ ഒരു പീസ് ശ്രമം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ യാത്ര പോലും പോകുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് പ്രകാരം ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ ആ റീജിയണിൽ ഒരു കോപ്പറേഷൻ വേണം. അവിടെ അറബ് ഇസ്രായേൽ കോപ്പറേഷൻ ബിൽഡ് ചെയ്ത് അങ്ങനെ ഒരു നീക്കം നടത്തിയാലാണ് കൂടുതൽ അവിടെ ശാന്തി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറബ് രാഷ്ട്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. അങ്ങനെയാണ് UAE വരുന്നു, ബഹ്റൈൻ വരുന്നു, അങ്ങനെ ഓരോ രാജ്യം. ഇപ്പോൾ അവസാനം സൗദിയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാകുന്നതിൻ്റെ വക്കത്ത് നിൽക്കുമ്പോഴാണ് ഈ അറ്റാക്ക് നടക്കുന്നത് പോലും. അപ്പോൾ അതിൽ കൃത്യമായൊരു പങ്ക് ഇറാൻ്റെ ഭാഗത്തേക്ക് വരുന്നത് ഇതിനെ തകർക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇനി ഇടപെടുന്നില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് എന്നാലും മൈക്ക് കൊടുക്കുന്നതായിരിക്കും. ആരെങ്കിലും ഉണ്ടോ? ഇസ്രായേൽ ഹമാസ് വിഷയം തന്നെ തുടരാമെന്ന് വിചാരിക്കുന്നു. ഈ ഇപ്പോഴുള്ള പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടാമെന്നാണ് ഒരു പ്രതീക്ഷയുള്ളത്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടലും കാര്യങ്ങളുമൊക്കെ ഇപ്പോഴുള്ള പ്രോഗ്രഷൻ വെച്ച് നോക്കുമ്പോൾ എവിടെ ചെന്നെത്താനാണ് സാധ്യത, അല്ലെ എപ്പോൾ എത്താനാണ് സാധ്യത എന്നുള്ള ഒരു ഊഹമുണ്ടോ? ഒരു താൽക്കാലികമായ പരിഹാരം എന്ന് പറഞ്ഞിട്ടൊരു പരിഹാരം ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബർ 7 വരെ താൽക്കാലികമായ പരിഹാരം അവിടെ ഉണ്ടായിരുന്നു. അവിടെ സമാധാനം തന്നെയായിരുന്നു നിന്നിരുന്നത്. ഈ ഗാസ 2005 ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഗാസക്കാർക്ക് വിട്ടുകൊടുത്ത സ്ഥലമാണ്. ഈ ലാൻഡ് ഫോർ പീസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി അത് ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസ് തന്നെയായിരുന്നു. അപ്പോൾ ഹമാസിൻ്റെ ഓട്ടോണോമസ് ആയിട്ടുള്ള ഭരണം നിലനിന്നിരുന്ന അവരുടെ സർക്കാർ അത് അവർ ചെയ്തിരുന്നത് വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള വഴിയിലാണ്, അതായത് ഫാഷിസ്റ്റ് രീതിയിലാണ്. അതായത് ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇലക്ഷനിലൂടെ ഭരണത്തിലേക്ക് വരികയും എന്നിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തെ നിഷ്കാസനം ചെയ്ത് ആണ് ഗാസ ഹമാസ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സൂചിപ്പിക്കാനുള്ള രണ്ടാമത്തെ ഒരു വശം. അതായത് ഈ ഇസ്ലാമിക തീവ്രവാദ കൂട്ടങ്ങൾ അവരെ നമ്മൾ കൂടുതൽ ഭയക്കേണ്ടി വരുന്നു, ഹിന്ദുത്വയെക്കാളും ഒക്കെ ഭയക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഈ പ്രോസസ്സിനെ അവരില്ലാതെയാക്കും എന്നുള്ളതാണ്. അവർ ഈ പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിൽ വരികയും വന്നു കഴിയുമ്പോൾ ഈ പ്രോസസ്സിനെ കുഴിച്ചുമൂടുകയും ചെയ്യുന്ന ഒരു പ്രവണത അത് ലോകവ്യാപകമായിട്ട് പ്രസിഡൻസ് ഉള്ളതാണ്, മുൻ മാതൃകകളുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഭയക്കണം എന്ന് പറയുന്നത്. അതിനൊരു മികച്ച ഉദാഹരണമാണ് ഹമാസ്. അപ്പോൾ അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2006 മുതൽ നിലനിന്നിരുന്ന ഒരു സമാധാന അന്തരീക്ഷം അത് നിലനിൽക്കും എന്ന തെറ്റിദ്ധാരണ ഇസ്രായേലിനുണ്ടായി. അതിൻ്റെ ഇടയിലാണ് ഒക്ടോബർ 7-ന് ഈ ഒരു വിഷയം നടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പല അവിടെയുള്ള ആളുകളുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ട്. അവരുടെ തൊട്ടടുത്ത് ജീവിച്ചിരുന്ന വീടുകളിൽ ജോലിക്ക് വന്നിരുന്ന പാലസ്തീനികളായിട്ടുള്ള ആളുകൾ, വർക്ക് ചെയ്തിരുന്ന ആളുകൾ, അവരാണ് തിരിഞ്ഞു നിന്നിട്ട് ഒക്ടോബർ 7-ന് വെടിവെച്ചത്. അവരാണ് തിരിഞ്ഞു നിന്നിട്ട് വീടുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. അതായത് ഒരു ഇൻസൈഡർ ഹെൽപ്പ് എന്നുണ്ടായിരുന്നു. അപ്പോൾ ആലോചിക്കൂ, ഈ ഇസ്രായേലി ജനതയെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇവരെ വിശ്വസിക്കുമെന്നുള്ളൊരു പൊസിഷനിലേക്ക് അവർ എത്തേണ്ടി വരികയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഗാസ ഒരു ഓപ്പൺ എയർ പ്രിസണാണ്, അവിടെ സഞ്ചാര സ്വാതന്ത്ര്യമില്ല, എപ്പോഴും ചെക്കിംഗ് ആണ്, ഇവരെ എപ്പോഴും സംശയത്തിലാണ് കാണുക. നമ്മളുടെ എന്താണ് ഒരു നൊമാഡ് യൂട്യൂബർ ഉണ്ടല്ലോ,
അദ്ദേഹം വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ചെക്കിങ്, 4 മണിക്കൂർ തന്നെ ചെക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യം സ്വാഭാവികമായിട്ട് നടക്കും. കാരണം ഇങ്ങനെ വന്ന് ചെന്നിട്ടുള്ള ആളുകൾ അവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ രീതിയിലുള്ളതായതുകൊണ്ട് അവർക്ക് സംശയത്തോടു കൂടിയേ കാണാൻ കഴിയുള്ളൂ. അതിപ്പോൾ എക്സ് മുസ്ലിം പോയാലും അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ പോയാലും നമ്മൾ ഫേസ് ചെയ്യാനിരിക്കുന്ന സാധനമാണിത്. ഷാറുഖ് ഖാൻ പോയപ്പോഴും ഫേസ് ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ അമേരിക്കയിൽ സംഭവിച്ചതിനെ കുറിച്ച് കേട്ടത് പോസ്റ്റ് 9/11. അപ്പോൾ ഇതൊരു വ്യാപകമായ പ്രശ്നം. ഇപ്പം ഇന്നലെ നമ്മളൊരു അക്രമം നടന്നിട്ടുണ്ട്, ഒരു ജർമ്മനിയിലൊരു അറ്റാക്ക്. അതൊരു എക്സ് മുസ്ലിം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ് മുസ്ലിം ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട ഭീകരപ്രവർത്തനങ്ങളാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഇത് ഞങ്ങളല്ലേ, ഇത് എക്സ് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന മുസ്ലിങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ആലോചിക്കേണ്ടത്, അങ്ങനെ പറയുമ്പോൾ മുസ്ലിങ്ങളെ മാത്രമല്ല എക്സ് മുസ്ലിങ്ങളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നിടത്തേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അത് എക്സ് മുസ്ലിം ആണോ അല്ലയോ എന്നൊക്കെ പിന്നത്തെ കാര്യമാണ്. അങ്ങനെയും കൂടി വരുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇതിൽ ഈ വിഷയത്തിൽ കോർ ഇഷ്യൂ മതപരമായ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂയെ അതിനെ അഡ്രസ്സ് ചെയ്യാതെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി നിലകൊള്ളാതെ, അബ്രഹാം അക്കോർഡ്സ് ഒക്കെ അതിലേക്ക് മികച്ച മാതൃകയാണെന്നാണ് നമ്മൾ പറയുന്നത്. ആ രീതിയിൽ പോകുമ്പോൾ അതിനെ കൂട്ടുപിടിക്കാതെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയാൽ അത് എന്നും ഈ യുദ്ധവും അതിനുശേഷമുള്ള ഇതുപോലുള്ള റിപ്പയറിങ്ങും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുവഴി ആ നാടിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. ലോകം അങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതുവരെ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ സാധ്യമാവോ? 3 വേണ്ടി വരില്ലേ? സാധ്യമല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇനി അങ്ങനെ ഒരു സ്റ്റേറ്റ് സൊല്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് അണ്ടർ ഇസ്രായേൽ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഗ്യാരണ്ടി ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണോ മോർ ദാൻ ഒരു 20% അറബ് മുസ്ലിംസ് ഇസ്രായേലിൽ സമാധാനമായിട്ട് ജീവിക്കുന്നത്, അതേപോലെ ജീവിക്കാനുള്ള അവകാശം ബാക്കിയുള്ള ആളുകൾക്ക് ഉറപ്പാക്കാൻ അവർക്ക് കഴിയുമെന്നാണ് അവരിപ്പോൾ പറയുന്നത്. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ളതും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു പെർപ്പച്വൽ ആയിട്ടുള്ള ഒരു വിക്ടിംഹുഡ്, ഒരു റെഫ്യൂജി സ്റ്റാറ്റസ്, അത് വെച്ചുകൊണ്ട് ജീവിക്കലാണോ വേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇന്ന് ആ ജനതയുള്ളത്. അവർ തീരുമാനിക്കുക. പക്ഷെ ഇതിലൊക്കെ അവർ തള്ളിവിടുന്നതിൽ പങ്ക് നമുക്കുണ്ട്. അവരെ ഈ രീതിയിൽ പറഞ്ഞു വെച്ചുകൊണ്ട് അവരെ നിങ്ങൾ റെഫ്യൂജീസ് ആണ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് അതിൽ നിലനിർത്തുന്നതിൽ നമുക്കും പങ്കുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഡിസ്കഷൻസ് കൂടുതൽ കൊണ്ടുവരണം, ഈ ചോദ്യങ്ങൾ ചോദിപ്പിക്കണമെന്നും നമ്മൾ പറയുന്നത്. താങ്ക് യു. ഇസ്ലാം മതത്തിന്റെ കടക്കൽ കത്തി വെക്കുമോ ചോദ്യം എന്നൊരു പേടി. ഇപ്പൊ കട പോയിട്ടുണ്ടെന്നാ കേട്ടത്. കട തോട്ടിയിലാണ്. ഈ എക്സ് മുസ്ലിം കൂട്ടായ്മ വന്നതിന് ശേഷം ഒരു മൾട്ടിഫ്ലെക്സ് ലെവലിലാണ് ഞാൻ ഈ പ്രോഗ്രാം കാണുന്നത് സ്ഥിരമായിട്ട്. എക്സ്പെഷ്യലി ഈ കോളിംഗ് വരെ പുതിയ തെറികളൊക്കെ ഇങ്ങനെ പഠിക്കാനൊക്കെ ഒരു അവസരം അതിലുണ്ട് പ്രത്യേകിച്ച്. അപ്പം ഞാൻ പറയാനുള്ള കാര്യം, നിങ്ങൾ എക്സ് മുസ്ലിങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഞാൻ മതം വിട്ടത് അറബി കോളേജിൽ നിന്നാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. സനത് വാങ്ങാതെ ഇറങ്ങിപ്പോകുന്ന ആളാണ് ഞാൻ. ജാമിയാനൂരിയ അറബി കോളേജിൽ നിന്ന് സനത് വാങ്ങാതെ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പോഴും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമസ്കാരം ഒരു ആചാരമല്ല, ഒരു അനുഷ്ഠാനമാണ്. അതാണ് ഇസ്ലാം മതം എത്രയോ കാലങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമസ്കാരത്തെക്കുറിച്ച് ഖുർആനിലോ മറ്റൊന്നും എഴുതി വെച്ചിട്ടില്ല ഇതുവരെ. കൃത്യമായിട്ട് എങ്ങനെ നമസ്കരിക്കണം, എത്ര ഭക്തി നമസ്കരിക്കണമെന്ന് എഴുതി വെച്ചിട്ടില്ല. മുഹമ്മദ് നബി അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് അത് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ചേകന്നൂർ ഉപേക്ഷിച്ചത്, നമസ്കാരം ഉപേക്ഷിച്ചത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നതെന്താണെന്ന് വെച്ചാൽ, ഈ നമസ്കാരത്തിൻ്റെ നമസ്കാരം നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ ധാരണയൊന്നുമില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, കൃത്യമായി മതം പഠിച്ച ആളുകളും കേട്ട് പഠിച്ച ആളുകളും അതുപോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് പഠിച്ച ആളുകളും പിന്നെ കുറേ മദ്രസാപ്പൊട്ടന്മാരും, അവർക്കാണ് കുറച്ച് തീവ്രത കൂടുതലുള്ളത്, മദ്രസാപ്പൊട്ടന്മാർക്ക്. അപ്പോൾ അവർ കൃത്യമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മളെ കാണുമ്പോൾ. നിങ്ങൾക്ക് സുഖമാണോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നല്ല ചോദിക്കുന്നത്, നിങ്ങൾ നമസ്കരിച്ചോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിക്കുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നവരോട് ചോദിക്കുന്നത്, എന്താണ് നമസ്കാരം? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇതിൽ ഒരു കാര്യം, ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മായിയുടെ മക്കൾക്കാണ്. കാരണം ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർ ചെറിയ കുട്ടികളാണ്, 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്.
അപ്പോൾ അവരിങ്ങനെ ഇരുന്ന് പഠിക്കുക. മദ്രസയിലെ അറബി മലയാളത്തിലുള്ള പുസ്തകം മറിച്ച് വെച്ചിട്ട് ഈ യാത്രയെക്കുറിച്ച് ബുറാക്കിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കേൾക്കുകയാണ് ഇവർ പഠിക്കുന്നത്. എന്താ പരീക്ഷയാണ്, ഭയങ്കര പരീക്ഷ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ബുറാക്കിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ചെറിയ പിള്ളേരാണ്. എന്നാൽ നിങ്ങളെടുക്ക് കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ കോവിഡ് ടൈമായി തന്നെ അവർ പഠിത്തമൊക്കെ മൊബൈലൊക്കെ വെച്ചിട്ടാണ്. ആ മൊബൈൽ അപ്പം തന്നെ എടുത്തു, ബുറാക്ക് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ അതേ ചിത്രം വന്നു. അവർ കണ്ടിട്ട് ഭയങ്കര ചിരി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? നിങ്ങൾ വായിച്ച സാധനമാണ് ഈ ചിത്രത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ചിരിയൊന്നും വന്നിട്ടില്ല, പക്ഷെ അതിൻ്റെ ചിത്രം കണ്ടപ്പോൾ ചിരിയാണ്. ഇതും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു. കൂടുതലൊന്നും പറയാൻ പോയില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്ന് വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇവരൊക്കെ എണീറ്റ് ഓടുകയാണ്. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, എന്താണ് പിള്ളേരൊന്നും കൂടി ഇരിക്കാത്ത? ഞാൻ വന്നപ്പോഴേക്കും എല്ലാവരും ഓടുന്നത് എന്താണ്? അപ്പോൾ അവർ പറഞ്ഞ്, എൻ്റെ വീട്ടിൽ ഹുസൈൻ എന്നാണ് വിളിക്കുക. ഹുസൈൻ വരുമ്പോൾ അവിടെ നിൽക്കരുത്, എല്ലാവരും പോന്നോളണം എന്ന് വീട്ടിൽ നിന്ന് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുക. കാരണം ഇതുപോലുള്ള സംശയങ്ങൾ വന്ന് ഇത് സംശയമായി മാറി അവർ ഈ നിസ്കാരം പോലും അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയാൽ ഇത് വലിയ പ്രശ്നമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ വാദങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഈ മറ്റേ ചിറകുള്ള കഴുതപ്പുറത്ത് മനുഷ്യന്റെ മുഖമുള്ള കഴുതയാണെന്നാണ് പറയുന്നത്. അതിനെയും വിശ്വസിച്ചേ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതിനെ അവിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അത് രണ്ടാമത്തത്, ഈ നിസ്കാരം മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നില്ല. ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഖുർആനിലില്ല. നോമ്പ് നോക്കണത് എങ്ങനെയാണെന്നില്ല, ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നില്ല, ഈ ഷഹാദത്ത് കലിമ പോലെ എങ്ങനെയാണെന്നില്ല. അപ്പോൾ ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എന്നൊക്കെ പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇതിനകത്തില്ല. എന്നാൽ നമ്മൾ പറയാറുണ്ട്, ഈ സ്വർഗത്തിൽ ഹൂറികൾ എത്ര എണ്ണുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ഖുർആനിലുണ്ട്. ഓക്കെ, അവരുടെ ആകാര വടിവ് അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ എന്നെ കുറിച്ചൊരു പരാതി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വളരെ വിശദമായിട്ട് കൃത്യം പ്രായമടക്കാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ 4 പുഴകളെ കുറിച്ച് പറയുന്നു. അതിനകത്ത് കള്ളിൻ്റെ പുഴ, അതെല്ലാം പറയുന്നതാണ്. പിന്നെ ഉസ്താദുമാരുടെ വക അതിൻ്റെ വിശദീകരണം. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ വിശ്വാസി എന്ന നിലയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അനുഷ്ഠാന ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ, അതിനെക്കുറിച്ച് വളരെ തെറ്റായ അല്ലെങ്കിൽ വളരെ ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും കൊടുക്കാതെ വെറുതെ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അതേസമയം ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് അമിതമായ ഇമ്പോർട്ടൻസ് കൊടുക്കുക മാത്രമല്ല, ചില അവസരങ്ങളിൽ ചില ആയത്തൊക്കെ ഇറങ്ങുമ്പോൾ ആയിഷ പോലും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പെണ്ണുകൂട്ടി തരാൻ പടച്ചോൻ എന്തൊരു തിടുക്കമാണ് എന്ന് ചോദിക്കുന്നത് വരെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ ഈ ഇസ്ലാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? ആചാരാനുഷ്ഠാനമാണോ, അതോ ഒരു 5 സ്റ്റാർ ഒരു ഇതുപോലുള്ള ഒരു വേശ്യാലയം അത് ഓഫർ ചെയ്യുന്ന ഒരു മതമാണോ എന്ന് നമ്മൾ ചോദിച്ചു പോവും, അറിയാതെ വിശ്വാസികൾ ചോദിച്ചു പോവും. അപ്പോൾ ഈ ഒരു നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്, പക്ഷേ ഈ രീതിയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ് പറയാറുള്ളത്. ഈ കഥ പറഞ്ഞ് നമ്മളങ്ങനെ പോകാറില്ല. ഏതായാലും അഭിപ്രായം നമ്മൾ എടുക്കുന്നു, നമുക്ക് ഇനി അത് ചോദിക്കാം. തീർച്ചയായും. ഇനി നമ്മളിപ്പോൾ ഈ നമ്മൾ സംസാരിച്ച് പോയാൽ നമ്മുടെ ഹിച്ച് നൊമാഡ് മാഹിൻ, നമ്മളെല്ലാവരും ഇപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് അറിയാൻ വേണ്ടി കുറച്ച് പേരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ചർച്ച വരുന്നതിന് മുന്നേ ഈ മാഹിൻ്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇസ്രായേലിൽ ആദ്യം പോയപ്പോൾ ഉള്ള നിലപാട് അല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട്. കാരണം ആദ്യം പോയ സമയത്ത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു മുസ്ലിം പള്ളി സന്ദർശിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ കണ്ടോന്നറിയില്ല. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ മീഡിയകളും, ഇപ്പോൾ നമ്മൾ വലതുപക്ഷ മീഡിയ എന്ന് പറയുന്ന മീഡിയകൾ പോലും ഇസ്രായേലിനെ കുറിച്ച് കേരളീയർക്കുള്ളിൽ കൊടുക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഭീകരമായ രാഷ്ട്രമാണ്, അവർ മുസ്ലിങ്ങൾ വളരെ പീഡിപ്പിക്കുന്നവരാണ് എന്നുള്ളതാണ്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. പള്ളികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേലി പട്ടാളത്തിൽ മുസ്ലിങ്ങളുണ്ട്. അവിടുത്തെ ജഡ്ജായിട്ട് മുസ്ലിങ്ങൾ, അവിടുത്തെ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജായിട്ട് അവിടെ മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട്. ദ്രൂസ് എന്ന് പറയുന്ന അപ്പുറമുള്ള, അതായത് സിറിയയിലുള്ള ആളുകൾ, ഈ ഗൊലാൻ ഹൈറ്റ്സ് ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വളരെ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 2005 പൂർണ്ണമായിട്ട് ഇസ്രായേൽ ഗാസയിൽ നിന്ന് വിട്ടുപോകുന്നതിന് ശേഷം
അവിടെ വാള് പണിയുന്നത്. ഈ വാള് പണിയുന്നത് എന്താ വെച്ചാൽ ഈ വാള് പണിതിട്ട് പോലും ഈ ഒക്ടോബർ നടന്ന സംഭവം നമുക്കറിയാം. അത് തകർത്തുകൊണ്ടാണ് ഇവർ കയറിയത്. കാരണം ഇവരെ ഒരു ജയിലറ എന്ന് പറയുമ്പോൾ ആ ജയിലറയ്ക്ക് ഉള്ളിലിടാനുള്ള അതിൻ്റെ മുന്നുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കണം. കുട്ടികളെ, ചെറിയ കുട്ടികളെ, ഇപ്പം ഈ ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ കഴിഞ്ഞ ദിവസം കൊന്ന ഇസ്മായിൽ ഹനിയ അല്ല മറ്റേ യഹിയ സിൻവാർ അയാളുടെ ഒരു വീഡിയോ, പ്രധാനപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലാണ് ഒരു AK-47 തോക്ക് കൊടുത്തിട്ട് ആഘോഷിക്കുന്നത്. നമ്മളെല്ലാവരും കണ്ട വീഡിയോ ആണ്. കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന. അങ്ങനെ മുസ്ലിങ്ങൾ ശരിക്കും ജീവിക്കേണ്ടത്, കുട്ടികളായിട്ട് ജീവിക്കേണ്ടത്, ജനിച്ച കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? യഹൂദനെ കണ്ടാൽ കൊല്ലുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. മദ്രസയിലും സ്കൂളിലൊക്കെ ഇതാണ് പഠിപ്പിക്കുന്നത്. മദ്രസയിൽ മാത്രമല്ല, അവിടുത്തെ സ്കൂളുകളിലും ചെറുപ്രായത്തിൽ കുട്ടികളിൽ യഹൂദ വിദ്വേഷം കുത്തിവെച്ചുകൊണ്ടാണ് അവരുടെ കുട്ടികളെ വളർത്തുന്നത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് ആമുഖമായിട്ട് പറഞ്ഞു. ബാക്കി ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ പുറത്തുള്ള ആൾക്കാർ, ഇപ്പം പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള യുക്തിവാദികളും അതുപോലെ ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊക്കെ അറിയാനുള്ള ആകാംക്ഷയുള്ള ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ഇനി നീകരിക്കുന്ന നടപടികൾ എന്തായിരിക്കും? ഇപ്പോൾ അവർ അവിടുന്ന് പിൻവാങ്ങി തിരിച്ചു പോരുമോ, അതോ ഇസ്രായേൽ അവർ നിലനിർത്തുമോ, അല്ല ഗാസ അവരുടെ കയ്യിൽ തന്നെ നിലനിർത്തുമോ? എന്തായാലും എന്താണെന്നറിയില്ല. കാരണം ഇതിൻ്റെ അകത്ത് വലിയൊരു ദോഷം വന്നതെന്ന് വെച്ചാൽ സമാധാനകാംക്ഷികളായിട്ട് ജീവിച്ച് ഒരു കുറേ അധികം ആൾക്കാർ വെസ്റ്റ് ബാങ്കിലൊക്കെ പോയി പണിയെടുത്ത ആൾക്കാരുണ്ട്. അവരുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. ആ ആളുകളുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവരെ അവിശ്വസിക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ അന്തരീക്ഷം മാറി വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തീരാണ്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചതിൽ നിന്നും, അതായത് നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല, ഞാൻ നിങ്ങളുടെ വീഡിയോ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. അതിലൊന്നും ഈ ഇസ്രായേൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇവരാരെങ്കിലും, അതായത് ഇപ്പോൾ നിങ്ങൾ ഇസ്രായേലിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യാൻ പോകുന്ന അവർ വിഡ്രോ ചെയ്യാനാണോ തീരുമാനം, അതോ അവിടെ കണ്ടിന്യൂ ചെയ്യുമോ? അതാണ് അറിയാം. അതിനോട് ആഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ പുള്ളി സൂചിപ്പിച്ച പോലെ ഈ ഒക്ടോബർ 7 ഈ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് ശരിക്കും ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവരെ ഗാസക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇനി അതുപോലെ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? ഒക്ടോബർ 7 വരേക്കും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഗാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ എയർ പ്രിസൺ ആയിരുന്നു എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒക്ടോബർ 7 ഇവർ കയറി ആക്രമിക്കുന്നു. അതിനുശേഷം 8-ാം തീയതി മുതൽ തിരിച്ച് പെട കിട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്തായി? കണ്ടില്ലേ, ഞങ്ങളുടെ നാട് എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു, എല്ലാം ബോംബിട്ട് തകർത്തു എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ അവർ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. അത് നമ്മളുടെ ഇന്റർനാഷണൽ മുക്കാൽ മീഡിയ അവർ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട്, ബിഫോർ ഒക്ടോബർ 7, ആഫ്റ്റർ ഒക്ടോബർ 7 എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ചിത്രം കൊടുത്തിട്ട് വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഈ ഒക്ടോബർ 7 മുന്നേ ഓപ്പൺ എയർ പ്രിസൺ ആയിരുന്നു ഗാസ എന്ന് പറയുന്ന സാധനം അവർ തന്നെ റദ്ദാക്കി. അവർ തന്നെ റദ്ദാക്കുകയാണ് ചെയ്തത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇത് തങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അവർ ഫാക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുകയാണ്. തീർച്ചയായിട്ടും ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിലൊരു കാര്യം പറയാം. ഈ ഒരു വിഷയം ഇതിൽ എന്താണ് ഇതിൽ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെസ്റ്റ് ബാങ്കിൽ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതേ മോഡൽ ഇനി ഗാസയിൽ സംഭവിക്കാനാണ് സാധ്യത. ഒരു സാധ്യത എന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്കിൽ അവിടെ ഫത്ത പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഈ സെക്യൂരിറ്റി സപ്പോർട്ട് അത് ഇസ്രായേലാണ് കൊടുക്കുന്നത്. അത് ഇസ്രായേൽ അങ്ങോട്ട് ഓഫർ ചെയ്തതല്ല, അവർ ചോദിച്ചു വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗാസ ആയാലും വെസ്റ്റ് ബാങ്ക് ആയാലും അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ തന്നെയുള്ള അവാന്തര വിഭാഗങ്ങളുണ്ട്. 70ഓളം വിഭാഗങ്ങളാണ് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഗാസയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹമാസിനെ പറയാറുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ PIJ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന പേരിൽ, അതാണ് പേരെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ജിഹാദും ഈ ഇസ്ലാമിക് സ്റ്റേറ്റും വെച്ചുകൊണ്ട് 70ഓളം സംഘടനകൾ ഇസ്ലാമിക ഭരണം അവിടെ സ്ഥാപിക്കണമെന്ന ലക്ഷ്യവുമായിട്ട് ഹമാസുമായിട്ട് പോരാട്ടത്തിലാണ്. ഇവർ പരസ്പരമാണ് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹമാസ് പോയാൽ ബാക്കിയുള്ളത് വളരും. അപ്പോൾ ഇനി അതിനെ നേരിടേണ്ട ബാധ്യതയും കൂടി ഇസ്രായേലിന് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു വേററ്റ് പോകുന്നൊരു വിഷയമായിട്ടല്ല അവിടെ നിലനിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടിന്യൂയിങ് പ്രോബ്ലമാണ്. അപ്പോൾ അതിന് അവർ മാറ്റേണ്ടി വരുന്നത് ഈ മൈൻഡ് സെറ്റാണ് അവിടെ പ്രശ്നം. പൂർണ്ണമായി അവസാനിക്കുന്ന ഒരു പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ യാസർ അറാഫത്ത് മാറിയതിന് ശേഷം ഈ ഹമാസ് ഇതേപോലെ വരില്ലായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ആരിഫ് ആഡ് ചെയ്തുകൊണ്ടൊരു ചോദ്യം ചോദിക്കട്ടെ.
നമ്മൾ ഈ ഇസ്ലാമിനെ ഇപ്പോൾ വിമർശിക്കാൻ തുടങ്ങിയിട്ട് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും അല്ലാത്തവരൊക്കെ ഇസ്ലാമിനെ പലപ്പോഴും വിമർശിക്കാറുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലും എല്ലാം ഇങ്ങനെ ഇതായതിനു ശേഷം ഇപ്പോൾ ഞാൻ പഠിച്ചതൊരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലായിരുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിളും ക്രിസ്ത്യാനികളും ഒരു സ്നേഹത്തിൻ്റെ പാത ചൂസ് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ സത്യത്തിൽ പിന്നെ ബൈബിൾ വാങ്ങിച്ചു നോക്കുമ്പോൾ ഇത് ഖുർആനാണോ ഇതാണോ കൂടുതൽ അപകടകാരി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. അത്രയും ഭീകരമായ വാചകങ്ങൾ നമുക്ക് ബൈബിളിൽ തപ്പിയാൽ കിട്ടും. കൊല്ലാനും വെട്ടാനും കുത്താനും ഒക്കെ ബൈബിളിലും പറയുന്നുണ്ട്. ഏതൊരു വീഡിയോ കണ്ടിരുന്നു വിദേശത്തുള്ള, ബൈബിളിലൊരു കോട്ട എടുത്തിട്ട് കാണിച്ചു കൊടുത്തത് ഇല്ലാന്ന് വെച്ചപ്പോൾ ആൾക്കാർ ഇത് ഖുർആനില്ലാന്ന് പറഞ്ഞ് അത് താങ്കൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അത് ആ രീതിയിൽ എടുക്കാതെ ഇത് സ്നേഹമാണ് കനിവാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ട പോലെ ഒരു പരിവർത്തനം ഇസ്ലാമിന് സംഭവിക്കുന്നുണ്ടോ? അത് ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറയുന്ന സാധനം നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ. അവർ തന്നെ പറയും ഇത് അന്ന് പണ്ടത്തെ യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞതല്ലേ. ഒന്നാമത് യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞതല്ല, യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇനി എന്ത് ചെയ്യണം, ഇനി അടുത്തത് എന്ത്, അതായത് മക്ക വിജയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം, ബാക്കി കാണുന്ന ആളുകൾക്ക് നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക, അവർ കൺവേർട്ട് ചെയ്യുമോ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ കൊന്നുകളഞ്ഞേക്ക്, ഇതാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊരു 4 മാസം സമയം കൊടുത്തു. അപ്പോൾ ഈ സാധനം നമ്മളെടുത്ത് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ അത് ഇറ്റേണലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് കാലാതീതമാണ്, അവസാനമില്ല. അപ്പോൾ ഈ വാദം മുസ്ലിങ്ങൾക്കുണ്ട്, പക്ഷെ ഇന്ന് അവർ അറിയാതെയാണെങ്കിൽ അത് തള്ളിക്കളയാണ്. തീർച്ചയായിട്ടും. ഇത് ആരിഫ് ഹുസൈൻ ഒരു 2 മതം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒന്ന് ഹോമിയോ ആണ്, അതുകൊണ്ട് ഹോമിയോ ഡോക്ടറും കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലും ഹോമിയോ സംബന്ധമായ സംശയങ്ങൾ 3 മതം ഉണ്ട് കേട്ടോ. അതേതാ? കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. ഓ ഗ്രേറ്റ്. 3 മതം ഉപേക്ഷിച്ചു. അത് ആരിഫിനെ കുറിച്ച് പല ആരോപണങ്ങളും വരുന്നുണ്ട്. ഇത് ആരിഫ് ഇത് പറഞ്ഞോണ്ട് ഇനി ഇതായിരിക്കും പറയാ, ഇയാൾ ആദ്യം പിന്നെ ഒരു ഇസ്ലാം മതത്തിലായിരുന്നു, പിന്നെ ഹോമിയോ ഡോക്ടറായി, പിന്നെ കമ്മ്യൂണിസ്റ്റായി. അല്ല, ആദ്യം ഹോമിയോ ആണ് വിടുന്നത്. ആദ്യം ഹോമിയോ വിടുന്നത്. അപ്പോൾ ഹോമിയോപ്പതി വിമർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഒന്ന് നിസ്കരിച്ചിട്ട് വരാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ, നോമ്പ് തുറന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ അവരെന്നോട് ഇതെന്ത് യുക്തിവാദിയാണ്, നോമ്പ് നോക്കുന്ന യുക്തിവാദിയോ നിസ്കരിക്കുന്ന യുക്തിവാദിയോ എന്ന് അവർ നമ്മളെ കളിയാക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഒരിക്കൽ പോലും ഹോമിയോപ്പതിയെ വിമർശിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആ ലോജിക്കൽ, ആ സയൻറ്റിഫിക് ആ ഒരു ടെമ്പർ അത് മതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ റീസൺ എന്താ, ഹോമിയോപ്പതി എന്ന് പറയുന്നത് നമ്മളെ പ്രൊഫഷൻ, അതിനെ നമ്മൾ അളക്കണം. മറ്റേതൊരു വിശ്വാസമല്ലേ, അത് അവരുടെ ഇഷ്ടത്തിന് വിട് എന്നുള്ളതായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നാൻ തുടങ്ങി. കാരണം ഇത് ചില കാര്യങ്ങൾ വിശ്വാസം മാത്രമല്ല, അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അഫക്റ്റ് ചെയ്യുന്ന വിഷയമായി വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തുള്ള ഇപ്പോൾ സ്ത്രീ വിരുദ്ധത അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിത് ഒന്ന് കാര്യമായിട്ട് പരിശോധിക്കാൻ തയ്യാറായതും ഇത് വിട്ടതും. അപ്പോഴും നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഹോമിയോ ആണ് ആദ്യം ഹോമിയോനെ വിമർശിച്ചുകൊണ്ടാണ് ചിന്തിച്ചത്. ഹോമിയോപ്പതി വിമർശനത്തിലൂടെയാണ് ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന വിഷയം നമുക്ക് മനസ്സിലാവുന്നത്, അതിന് ഇത്രയും എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്ന അപ്പോഴാണ്. അതിനുശേഷമാണ് മതപേക്ഷിക്കുന്നത്. കാരണം ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു ഹോമിയോ ഡോക്ടറായി ഇരുന്നു എന്നതുകൊണ്ട് സമൂഹത്തിന് എന്താ നഷ്ടം എന്നായിരിക്കും ആളുകൾ ചിന്തിക്കുക. നഷ്ടമുണ്ട്. ആ നഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ പൊതു പണമാണ് അതിനുവേണ്ടി വേസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്നെ പഠിപ്പിച്ചത് ഒരു സർക്കാർ സ്ഥാപനത്തിലാണ്. ആ സർക്കാർ സ്ഥാപനത്തിലെ വിദ്യാലയത്തിലെ സാറന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. ആ സംവിധാനം മാനേജ്മെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വേറെയുണ്ട്. കേരളത്തിൽ മാത്രമാണ് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര കോടിക്കണക്കിന് രൂപ ഇനി ഓരോ ബജറ്റിലും 6000 കോടി 5000 കോടിയൊക്കെയാണ് ഓരോ വർഷം നീക്കി വെക്കുന്നത്. താങ്കൾ കുറേ ഹോമിയോ വിമർശനം ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇപ്പോഴും നമ്മളും പലപ്പോഴും ചെയ്യാറുണ്ട്. ഹോമിയോയുടെ പഴയ ഒരു സ്വീകാര്യത ആ അർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് തോന്നുന്നു. ഇതുപോലുള്ള കപടശാസ്ത്രമായാലും മതമായാലും നേരിടുന്നത് ഒരു കോമൺ ഇഷ്യൂ ആണ്. അതായത് അവരെത്രത്തോളം അതിനെ ഇതുപോലെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു, അത് എത്രത്തോളം അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രയും കണ്ടത് കുടിയിലേക്ക് പോകും. അതിനകത്ത് സബ്സ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമിന് സംഭവിച്ചത് അതാണ്, ഹോമിയോപ്പതിക്ക് സംഭവിക്കുന്നത് അതാണ്, ഇനിയിപ്പോൾ ആയുർവേദത്തിന് സംഭവിക്കാൻ പോകുന്നതാണ്. കാരണം ഇത് വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും സംഭവമാണോ, അപ്പോൾ സംഭവം അല്ല എന്ന് പറയുന്ന ആളുകൾ വരും. അപ്പോൾ അങ്ങനെ വന്നു. ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ഇസ്ലാം ഭയങ്കര നല്ല മതമാണ്, എല്ലാ മതങ്ങളെക്കാൾ ഉത്തമമായ മതം ഇസ്ലാമാണെന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പം അല്ല എന്ന് പറയുന്ന അവസ്ഥ വന്നു. അപ്പം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പോസിറ്റീവ് റിവ്യൂവിൻ്റെ മാത്രം കാലമല്ല, നെഗറ്റീവ് റിവ്യൂവിൻ്റെയും കൂടി കാലമാണ്. അതാണ് നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലാണ് ഇതൊക്കെ. ആളുകൾക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ പൊക്കി പറയുന്ന സാധനങ്ങൾ കൂടുതൽ വെള്ളപൂശി നല്ലതായിട്ട് അവതരിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വലിയ പരിക്ക് പറ്റും. താങ്കളോട് ഇത് കുറച്ച് കാര്യങ്ങൾ അടിയന്തരമായി ചോദിക്കാനുള്ളതുകൊണ്ട് അങ്ങനെ ഇടപെടുന്നത്.
കാരണം നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഈ യുക്തിവാദികളിൽ നിന്ന് തന്നെ താങ്കൾക്ക് ഭയങ്കര വിമർശനം നേരിടാറുണ്ട്. താങ്കൾ ഇപ്പോൾ എന്താണ് സംഘപരിവാറിൻ്റെ ചാനലുകാർ വിളിച്ചാലും പൊതുവേ താങ്കൾ അതിലാണ് അധികം കാണാറുള്ളത്. മറ്റ് ചാനലുകൾ വിളിക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് കരുതുന്നു. മാതൃഭൂമിയിലും ഇതിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ താങ്കളുടെ ലാസ്റ്റ് ഒരു വീഡിയോ കണ്ട്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന്, അതിൽ ഒരുപാട് ഓബ്ദുള്ള ആയിട്ടിരിക്കുന്നു. അതായത് അതിൽ മുസ്ലിങ്ങളും ഉസ്താദുമാരും BJP-ക്കാരും ഒക്കെ അതിൽ പോകുന്നുണ്ട്. പക്ഷെ താങ്കളെപ്പോലൊരു സ്വതന്ത്ര ചിന്തകൻ പോകുമ്പോൾ മാത്രം, സ്വതന്ത്ര ചിന്തകർക്കിടയിൽ തന്നെ താങ്കൾ ഒരു സംഖ്യ ആയതുകൊണ്ടാണ് അവിടെ അതായത് ഒരു അബ്ദുള്ളക്കോ ഒരു CPM നേതാവിനോ ഒരു ലീഗ് നേതാവിനോ ജനം TV-യിൽ പോയിരുന്നിട്ട് സംസാരിക്കാം, പക്ഷെ താങ്കൾ എന്തിനാണ് അവിടെ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? പല ഗുണമുണ്ട്. ഒന്നാമത്തെ ഗുണം, ഇപ്പോൾ ഒരു സംഘപരിവാർ മേഖലയിലുള്ളൊരു ചാനൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മേഖലയിൽ നടത്തുന്ന ഈ ഒരു വിഷയം, ഇത് നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ കാട്ടിലൊക്കെ വസിക്കുന്ന സമയത്ത് നമ്മൾ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ട് ചുറ്റും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആഹ്ലാദ നൃത്തം നടത്തുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതാണ് സത്യത്തിൽ ഈ എക്കോ ചേംബറുകളിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അവർക്ക് കിട്ടുന്ന ഒരു എര ഉണ്ടാവും, ആ എര അവർ തീക്കൊണ്ടത്തിലേക്ക് ഇടും, എന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ആഹ്ലാദ നൃത്തം ചവിട്ടും, വട്ടം ചൂട്ടി അത് പാട്ടുപാടി ഇങ്ങനെ ആഹ്ലാദമാണ്. അപ്പോൾ ഈ സാധനം ഇതുകൊണ്ടുണ്ടാകുന്നൊരു ദോഷമുണ്ട്. ഈ ദോഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിമർശനം അവിടെ വരുന്നില്ല. ഓക്കെ, ആ വിമർശനം എന്ന് പറയുന്നത് ഇരുഭാഗത്തേക്കും പോകണം. ഇപ്പോൾ വഖഫ് നിയമം നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ബംഗ്ലാദേശ് വിഷയം, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പറയുകയാണെങ്കിൽ, അതിനകത്ത് ഒരു വശം പറയുന്നത് BJP ഗവൺമെൻറ് ചെയ്യുന്നതെല്ലാം ശരി എന്ന് പറയുന്നൊരു വശം, ഇപ്പുറത്ത് ഓബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇന്ത്യ ഇടപെടേണ്ട കാര്യമില്ല, ഇത് വേറെ ഒരു വിഷയമാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യങ്ങളൊക്കെ വളരെ ഉദാത്തമായ ലക്ഷ്യങ്ങളാണ് എന്ന് പറയുന്നു. മൗദൂദിയൊക്കെ വെളുപ്പിക്കുന്നു. പുള്ളി അന്ന് പറഞ്ഞത് ഇതാണ്, അതായത് മൗദൂദി പാകിസ്ഥാൻ ഉണ്ടാകുന്നതിനെതിരായിരുന്നു. അങ്ങനെയുള്ള മൗദൂദിയെ നിങ്ങളിങ്ങനെ കല്ലെറിയുന്നത് ശരിയാണോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ട ആ ചോദ്യം വളരെ വാസ്തവമായിട്ടും നമ്മൾ മൗദൂദിനെ വെറുതെ ചീത്ത പറഞ്ഞു പാവം എന്ന് നമുക്ക് തോന്നും. സത്യത്തിൽ മൗദൂദി എന്താ പറഞ്ഞത്? മൗദൂദി പറഞ്ഞത് നമ്മുടെ ലക്ഷ്യം ഇന്ത്യ മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളൊരു സൊല്യൂഷനാണ് പാകിസ്ഥാൻ മാത്രമാവുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പുള്ളി പാകിസ്ഥാൻ വാദത്തിനെ എതിർത്തത്, അല്ലാതെ ഇന്ത്യ കൂടെ കിട്ടാത്തതുകൊണ്ടാണ് അവർ എതിർത്തത്. അപ്പൊ ഇത് അബ്ദുള്ള പറയുമ്പോൾ എന്തായി, ഇത് പുള്ളി ഭയങ്കര നല്ല മനുഷ്യനാണ്, പാകിസ്ഥാൻ ഉണ്ടാകുന്നതിനെതിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയും കൂടെ ചേർത്തിട്ട് ഇസ്ലാമിക രാജ്യം ആക്കണം എന്നുള്ളായിരുന്നു അഭിപ്രായം. അപ്പൊ ഇതിലെ വിഷയം, ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ നമുക്ക് അവിടെ റോൾ ഉണ്ട്. നമ്മുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു റെഫറിയുടെ റോളാണ് നമുക്ക് വരിക. അതായത് ഇരുപക്ഷത്തേക്കും നമുക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. അവിടെ ജനം TV-യിൽ പ്രത്യേകിച്ചും ഞാൻ കാണുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ കച്ചറ ഉണ്ടാവാറില്ല, പൊതുവേ കുറവാണ്. ശാന്തമായ ചർച്ചകളാണ് അവിടെ പലപ്പോഴും നടക്കാറുള്ളത്. അപൂർവമായിട്ട് ഇതേപോലുള്ള ആളുകൾ വരുമ്പോൾ മാത്രമാണ് പ്രശ്നം ഉണ്ടാവാറുള്ളൂ. അത് തന്നെ ഓബ്ദുള്ള പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളൊക്കെയാണ് പലപ്പോഴും എഴുന്നേറ്റ് പോയിട്ടുള്ളത്. അത് ഒരു ചോദ്യം മുന്നോട്ട് വരുമ്പോൾ അവർ എഴുന്നേറ്റ് പോവുകയാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലാതെ വേറെ ഒച്ചയും ബഹളം വേറെ രീതിയിലുള്ളതൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ താങ്കളുടെ ലിറ്റ്മസ് വേദിയിൽ നിന്നും താങ്കളുടെ മുന്നിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയിരുന്നു. അല്ല, അത് പിന്നെ പുള്ളിക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് പുള്ളി ഉപയോഗിക്കാതിരുന്നിട്ട് ആ സമയത്ത് ആ വേദിയിൽ നിന്ന് ഇറങ്ങി പോവുക എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു പ്രീ പ്ലാൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് പരിപാടി തീരാൻ ഏതാനും 10-15 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഇനിയെങ്കിലും ഇറങ്ങിപ്പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോകേണ്ട ഒരാവശ്യമില്ലാത്ത സമയത്താണ് പുള്ളി ഇറങ്ങി പോകുന്നത്. അതായത് അവിടെ പുള്ളി നിന്ന് ആ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ സന്ദീപ് വാര്യർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി പുള്ളിക്ക് കൊടുക്കാമായിരുന്നു. ആ അവസരമാണ് പുള്ളി അന്ന് നഷ്ടപ്പെടുത്തിയത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ 2 മതം വിട്ട ആളാണ്. ഒന്ന് മുസ്ലിമും ഒന്ന് കമ്മ്യൂണിസം. ഞാൻ പാർട്ടി മെമ്പറും കൂടിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഒരു വിമർശനം ഇപ്പോൾ വരുന്നുണ്ട്. ജാബിദ ടീച്ചർ നിങ്ങളെല്ലാം പറയുന്നത് മുഹമ്മദ് എന്ന മമ്മദ്, ഒരു സാധാരണ ഒരു മനുഷ്യൻ അമ്മ എത്രയാണോ ഗർഭം ചുമക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ടൈം ഗർഭം ചുമന്നിട്ടാണ് അയാളെ പ്രസവിച്ചതെന്ന്. അത് ഏത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അതേപോലെ ആ കാലത്ത് ആ വിഷയത്തെപ്പറ്റി ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? അത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഉള്ളതാണ്. അന്നത്തെ കാലത്ത് തന്നെ വിമർശിക്കപ്പെടുകയും അവർ തന്നെ ഇട്ട് കൊടുത്ത പേരാണ് കുന്നിൻ ചെരുവിൽ ഒറ്റപ്പന എന്നുള്ള പേര്. അതായത് കൃഷി നടത്തുന്ന സമയത്ത് ഈത്തപ്പന ആ ഒരു തോട്ടത്തിൽ നിന്ന് മാറി
ഒറ്റപ്പെട്ട് വളരുന്ന ചില പനകൾ വരുമ്പോൾ അതിനെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് എന്ന് പറഞ്ഞ മാതിരിയാണ് മുഹമ്മദ് നബി അന്ന് അവരെ വിളിച്ചിരുന്നത്. ആരും നടാത്ത ഒരു പന. ആരും നടാത്ത, ഏത് തോട്ടത്തിലെയാണെന്ന് അറിയില്ല, അതാണ് കുന്നിൻ ചെരുവിൽ ഒറ്റപ്പന. അങ്ങനെ കിതാബുകളിൽ തന്നെ ഉള്ളതാണ് ആ ഒരു പരാമർശം. അത് മുഹമ്മദ് നബിക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു വിമർശനം, വിമർശനമല്ല, കളിയാക്കി പറഞ്ഞു തരുന്നതാണ്. ഇത് അതിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഹലോ ആരിഫ്ക, പേഴ്സണൽ ക്വസ്റ്റ്യൻ. നമ്മളെ കേസിൻ്റെ കാര്യം എന്തായി? ഹലോ ഫ്രീ തിങ്കർ ചാനലൊക്കെ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് കേസിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്നുള്ളത്? എനിക്കെതിരെയുള്ള ആ കേസ് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ആഴ്ചയും പോയി ഒപ്പിട്ടൊക്കെ വരുന്ന ഒരു ജയിൽ പുള്ളി അല്ലെങ്കിൽ ഒരു പുള്ളിയാണ് ഇവിടെ ഇരിക്കുന്നത്. അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് അവർ ചെയ്യുന്ന പോലെ ഒരു ആഘോഷമാക്കുന്നില്ല. അതുകൊണ്ടാണ് ആരും അറിയാത്തത്. കാരണം അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാണ്. കാരണം ഇതിപ്പോൾ ഇവിടെ പറയുമ്പോൾ പോലും നമ്മളത് ആ കെയർ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ ചൊടിപ്പിക്കുക എന്നുള്ളതല്ല. ഈ പ്രോസസ്സ് അവർ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെ വലിയ വിജയമാണ്. കാരണം കൈവട്ടും കാൽവട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു വിഷയം ഉണ്ടായപ്പോൾ അവർ കേസ് കൊടുക്കാൻ തുനിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിജയമാണ്, വലിയൊരു മാറ്റമാണ്. അതാണ് ഈ പോസ്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ കോയ കോളിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു എഫക്റ്റായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യം. ഇനി ഇതിൽ നമ്മൾക്ക് കിട്ടുന്ന വിജയം എന്ന് പറയുന്നത് എന്താണ്? ഇതിന് നമ്മൾ കേസിൽ നിന്ന് ഊരിപ്പോരുക എന്നുള്ളത് മാത്രമല്ല, ഇവർ ഇതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അവരെത്രമാത്രം കേസ് കൊടുക്കുന്നു അത്രയും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതിനുള്ള അതങ്ങനെ കുറച്ച് നടന്നു കഴിയുമ്പോൾ കോടതികൾ തന്നെ പറയാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഫ്രിവിലസ് ആണ്, ഇത് അധികം എടുക്കാൻ പാടില്ല എന്ന് വരികയും അവസാനം ഇത് തള്ളുന്നൊരവസ്ഥ വരും. ഇതിനാരെങ്കിലൊക്കെ ഇറങ്ങിത്തിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം അതിൽ ഒരു തുടക്കമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഹൈക്കോടതിയിൽ ഹാജരാവേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആഴ്ചയിൽ പോയിട്ട് ഒപ്പിടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആ പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്. ഞാൻ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമുള്ളൊരു ഏരിയയിലാണ്. അപ്പം ആരിഫിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആരിഫിൻ്റെ പ്രവർത്തനങ്ങളും പരിപാടികളും പദ്ധതികളും അതിൻ്റെ റിസൾട്ട് ദ്രുതഗതിയിലാണ്. ഇപ്പോൾ തൊട്ടടുത്തുള്ള സ്ത്രീകളടക്കം വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പം ഇസ്ലാമിനെതിരെ വന്ന് ഒരു കണ്ണാടൊക്കെ വെച്ചിട്ട് ഒരാൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ വിമർശനം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്തേക്ക് വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അതിന് ആദ്യം ആരിഫിനോട് അപ്രിസിയേഷൻ പറയുകയാണ്. കാരണം അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളത് ആളുകൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആരിഫിൻ്റെ പ്രവർത്തനം വളരെ ദ്രുതഗതിയിലാണ്, അതിൻ്റെ റിസൾട്ടും വളരെ സ്പീഡിലാണെന്നുള്ളതാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ചെറിയ ചോദ്യം എന്നുള്ള കണ്ടീഷനിൽ, ഇപ്പം ഇസ്ലാം പറയുന്നൊരു കാര്യം, അവസാന കാലത്തിൽ ഇതുപോലെ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ അധികരിച്ചു വരും, പിന്നെ ജജ്ജാൽ പോലെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ വരാനുണ്ട്. അപ്പം ആരിഫ് അള്ളാഹു കാലേ കൂട്ടി തീരുമാനിച്ച ഒരാളാണെങ്കിലോ വല്ലാഹു അലക്കക്കും വമാ തഅമലൂൻ, അല്ലേ? ആരിഫിനെ സൃഷ്ടിച്ചതും ആരിഫിൻ്റെ കർമ്മങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹു ആണ്. അപ്പോൾ ഇത് കാലേ കൂട്ടി തീരുമാനിച്ചതാണെന്ന് ഏതെങ്കിലും വിശ്വാസി പറഞ്ഞ ആരിഫ് അതിനെന്ത് മറുപടി പറയും? ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നല്ല അടിപൊളി ചോദ്യം, എല്ലാവരും ഒരു കൈയടിക്കണം. അതായത് പറഞ്ഞു വരുന്നത് ആരിഫ് പടച്ചോന്റെ തോളോടൊപ്പം നിൽക്കുന്ന ശത്രുവായ ഇബിലീസാണ്. ഞാനൊരു ചർച്ചയിൽ ആരിഫിനെ ഇബിലീസിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ക്ഷണിച്ചിട്ടുണ്ട് തോന്നുന്നു. അല്ല, ഇത് അന്ത്യകാലം വരുമ്പോൾ ഇസ്ലാമിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകും. അവരുടെ വിശ്വാസം എന്താണ്, വേട്ടമൃഗത്തിന്റെ തൊണ്ടയിലൂടെ അമ്പ് ഇറങ്ങിപ്പോകുന്ന പോലെയാണ് ഇറങ്ങിപ്പോവുക, ഇങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാം ക്ഷയിക്കുമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രവചനമായിട്ട് പറയുന്നത്. സത്യത്തിൽ ഇത് പറയുന്ന അതേ ആളുകൾ തന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് പറയും ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം എന്ന്. ഓക്കെ, അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ, ഒന്നുകിൽ ഇത് ശരിയാണ്. അപ്പം നമ്മൾ പറയുന്നത് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവസാനത്തെ പറഞ്ഞ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മളും അള്ളാഹുവിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അത് അവരങ്ങ് അംഗീകരിച്ചാൽ മതി. അതങ്ങ് ചെയ്യുന്നില്ലല്ലോ. അവർ എന്താ ചെയ്യുന്നത്? കേസ് കൊടുക്കുന്നു, കൈയും കാലും വെട്ടാൻ നടക്കുന്നത്. എന്തിനാ ചെയ്യുന്നത്? അപ്പോൾ പദ്ധതിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ പദ്ധതിക്ക് വിടുക. അതവർ ചെയ്യുന്നില്ല. എന്നിട്ട് പിന്നെ പറയുന്നത് ഇസ്ലാം വളരുന്നു എന്ന് പറയും. ഇപ്പം ഇതെല്ലാം പറയുമ്പോൾ സംഭവിക്കുന്നത് ഒരു കൺഫ്യൂഷനാണ് മൊത്തത്തിൽ. ഇവർക്ക് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ കൊണ്ട് നിർത്തണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തും. പിന്നെ പറഞ്ഞ മാതിരി നമ്മളെടുക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സോഷ്യൽ എഡ്യൂക്കേഷനാണ് നടക്കുന്നത്.
നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളെ പിടിച്ചിരുത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞ് ഉപദേശിച്ചിട്ട് നേരെയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ അത് എഫക്റ്റീവ് അല്ല. ഒരുപാട് സമയമെടുക്കുന്നു മാത്രമല്ല, അത് വേസ്റ്റ് ഓഫ് എനർജിയുമാണ്. എന്നാൽ നമ്മൾ പറയുന്ന കാര്യം പൊതുസമൂഹത്തിലെത്തുകയും അവരിലൂടെ വിശ്വാസികളിലെത്തുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇമ്പാക്റ്റ് വേറെയാണ്. അതിന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, സോഷ്യൽ മീഡിയ. അത് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആളെ വെച്ചിട്ടാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സപ്പോർട്ടിങ് സ്റ്റാഫ് എന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാനും വെക്കാനും ഒക്കെ അങ്ങനെ തന്നെ ഒരു പദ്ധതി തന്നെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണ്. എന്നാലാണ് ഇത് എഫക്റ്റീവ് ആക്കാൻ കഴിയുള്ളൂ. കാരണം ഇതൊരു ഞാൻ മനസ്സിൽ കാണുന്ന ഒരു 5 വർഷം, നെക്സ്റ്റ് 5 years, 5 വർഷം ഇപ്പം നമ്മൾ പിടിക്കണ പോലെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം ഇസ്ലാമിൻ്റെ അടിത്തറ ഇപ്പം തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്. അത് വേറെ ലെവലിലേക്ക് പോകും. അതായത് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ നാണക്കേട് വരുന്ന അവസ്ഥ അവിടെ ഉണ്ടാവും. അതാണ് നമ്മളുടെ, അതായത് ഞാനൊരു സംഖ്യയാണെന്ന് പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണോ നാണക്കേടുള്ളത് അതേ ലെവലിലേക്ക് വരും ഈ പറയുന്ന ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ. ഞാൻ ഒരു മുസ്ലിമാണെന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ഒരു കളിയാക്കുന്ന പോലെ തോന്നുന്ന ഒരു ലെവൽ. അതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ള തോന്നൽ, ഒരു ഹോളി കൗ എന്ന് പറയുന്ന ഹോളി ക്യാമൽ, ആ ചിന്ത അതിനെ അങ്ങ് പൊടിച്ചില്ലാതെയാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അത് എല്ലാവർക്കും പങ്കുണ്ട്. നമ്മൾ പറയുന്ന ആൾ മാത്രമാണ് ഇത് ഏറ്റെടുത്ത് ബാക്കിയുള്ള ആളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കാണ് ഇതിന് വലിയ പങ്ക് കിടക്കുന്നത്. ഒരൊറ്റ ചോദ്യം അന്ന് ചോദിച്ചോട്ടെ. ഈ ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. കാരണം ഈ ചോദ്യം കോയ കോളിങ്ങിൽ മുഴുവൻ ആരിഫ് കോള് ചെയ്യുന്നതാണെന്നാണ് പരാതി. അതുപോലെ ഇത് ഞാൻ എഴുതിണ്ടാക്കിയതാണെന്ന് നാളെ ഈ വീഡിയോ വരുമ്പോൾ സാധ്യതയുള്ളൊരു ചോദ്യം. പക്ഷെ ഇത് വളരെ നിഷ്കളങ്കമായൊരു ചോദ്യം ആയതുകൊണ്ട് ഇത് ചോദിക്കുന്നത് ആരിഫിനോട് ചോദിക്കാൻ വേണ്ടി ഇവിടെ ആരോ എഴുതി കൊടുത്താണ്. സാർ, ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ്. എത്രയൊക്കെ ദൈവം ഇല്ല എന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും ചില സാഹചര്യങ്ങളിൽ സ്വല്പം പ്രതീക്ഷ, എൻ്റെ വിശ്വാസം ഒരു ടൂറാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ദൈവം ഉണ്ടോയെന്നൊരു ദൈവം ഇല്ലാതൊക്കെ എനിക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എൻ്റെ വിശ്വാസം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവുന്നില്ലെങ്കിൽ ഞാനത് ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോയെന്ന് നല്ലൊരു ചോദ്യമാണ്. അവസാനം പറഞ്ഞതിനുള്ള ഉത്തരം സിമ്പിളാണ്. നിങ്ങൾ കൊണ്ടു നടക്കുന്ന വിശ്വാസം, അതിപ്പോൾ മായാവിയിൽ വിശ്വസിക്കാം, ലുട്ടാപ്പിയിൽ വിശ്വസിക്കാം, ഡിങ്കനിൽ വിശ്വസിക്കാം, അള്ളാഹുവിൽ വിശ്വസിക്കാം, ശ്രീകൃഷ്ണൻ, ഏതിൽ വേണേലും നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒരു കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഈ വിശ്വാസത്തെ എതിർക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് ബോംബായിട്ടും വാളായിട്ടും മാറുമ്പോഴാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു വിഷയമേ അല്ല. ഓക്കെ, ഇനി ഒരു കാര്യം അത്. രണ്ടാമത്തത്, ഇനി എങ്ങാനും ഇതൊക്കെ ഉണ്ടെങ്കിലോ എന്നുള്ളതാണ്. അത് ഡിപ്പെൻസ്. ഇതിപ്പോൾ ഒരു മുസ്ലിം വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഉത്തരം വേറെയാണ്. ഒരു ജനറൽ ഒരു ദൈവ ചിന്തയൊന്നും പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, മുസ്ലിം പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മുസ്ലിമായിട്ടിരിക്കുമ്പോൾ തന്നെ 99% നിരീശ്വരവാദിയാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അള്ളാഹു അല്ലാതെ വേറെ ദൈവമൊന്നുമില്ല, ആകെ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ദൈവം ഉണ്ടോ എന്നൊരു ചിന്ത പോലും അപ്രസക്തമായിരുന്നു. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെയൊക്കെ ആകെ കൂടിയുള്ള ടെൻഷൻ എന്ന് പറയുന്നത് അള്ളാഹു ഇങ്ങനൊരു ദൈവമാണോ എന്നുള്ളതാണ്. അപ്പം എന്താണ് നമ്മൾ കാണുന്നത്? അടിമയെ വെക്കാൻ പറയുന്ന, അല്ലെങ്കിൽ അടിമ സമ്പ്രദായത്തിന് വഴി വെച്ച അള്ളാഹു, അത് എങ്ങനെയാണ് ഒരു ദൈവമായിട്ട് നമുക്ക് കൺസെപ്റ്റ് ഉൾക്കൊള്ളാനാവുക? ഭാര്യയെ തല്ലാൻ പറയുന്ന ഒരു ദൈവം, അതെങ്ങനെയാണ് അള്ളാഹു ആവുക? അങ്ങനെ ഓരോ കാര്യം നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ദൈവത്തിൻ്റെ ക്വാളിറ്റി ഒന്നും ഈ അള്ളാഹുവിനും ഇല്ല എന്ന് വരുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്നുകിൽ ദൈവം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് അള്ളാഹു അല്ല. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഇത് ഈ ചോദ്യം ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇടപെടുന്നതാണ്. ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ്. ദൈവം ഇല്ല എന്നൊക്കെ ഞാൻ മനസ്സിനെ പറഞ്ഞു വിശ്വസിച്ചു. ഈ ദൈവത്തിൽ കൺഫ്യൂഷൻ വന്നാൽ തന്നെ മുസ്ലിം ആണെന്നുള്ള റോളിന്ന് പോയി, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവർ വളരെ നിഷ്കളങ്കമായി ചോദിച്ചിരിക്കുന്ന ചോദ്യം എനിക്കിടക്ക് കൺഫ്യൂഷൻ വരുന്നത്, ഇതൊരു സ്റ്റേജാണ്, നമ്മളുടെ പ്രതീക്ഷയ്ക്ക് നമുക്ക് താങ്ങാവാൻ ആരുമില്ല എന്നുള്ള ഇത് വരുമ്പോൾ നമ്മളെ തലച്ചോറിനെ ചെറുപ്പം മുതൽ പഠിപ്പിച്ച ആ ടെൻഡൻസിയിലേക്ക് തിരിച്ചു പോയിട്ട് നമ്മൾക്ക് സഹായിക്കാൻ ആരോ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ, ഒരു താൽക്കാലിക ആശ്വാസം കിട്ടും, ഒരു പെയിൻ കില്ലറൊക്കെ പോലെ. അതുകൊണ്ട് നമ്മൾക്ക് അതിലേക്ക് പോകാനൊരു താല്പര്യം ഉണ്ടാവും. പക്ഷെ അതിനെ മറികടന്നിട്ട് സ്വയം ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഞാനിത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം എന്ന് തിരിച്ചറിയുന്നിടത്ത് ഒരു സ്വതന്ത്ര ചിന്തകനാവുകയും സ്വതന്ത്ര ചിന്തയുടെ ഒരു സൗന്ദര്യം മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഈ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അഥവാ ഇനി അള്ളാഹു അല്ലാത്തൊരു ദൈവം ഉണ്ടെങ്കിലോ, ഇതാണ് ബാക്കി. ഓക്കെ, അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ നോക്കിയത് മുഹമ്മദ് നബിയിലേക്കാണ്.
ഓക്കെ, നമ്മൾ ചോദിച്ചു അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നു എന്ന് മുഹമ്മദ് നബിക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നോ ഇല്ലേ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ ഇല്ലേ? ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല. ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി ഈ പറയുന്ന ബദർ കൊള്ള നടത്തില്ല, അവിടെ ഈ ഹൈബറിലെ യുദ്ധം നടത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ കൂട്ടക്കൊല ബനു മുസ്തലിഖ് കൊള്ള നടത്തില്ല, അടിമ പെണ്ണുങ്ങളെ കൊണ്ടുപോയി ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊന്നും ചെയ്യില്ല ഒരു പ്രവാചകനും. എങ്ങനെയാണത് ചെയ്യാൻ കഴിയുന്നത്? കാരണം പുള്ളി പ്രവാചകനാണെന്ന് പറയുകയും എന്നാൽ ചെയ്തു കൂട്ടിയത് ഈ പറയുന്ന കാര്യങ്ങളും ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളത് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് യെസ് പറഞ്ഞ ആള്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി ഇതിൽ വലിയ കഥയില്ല. ഇതാണ് ഒരു കാര്യം. ഇനി അതിനൊക്കെ ശേഷമാണ് ഈ ഒരു സംഗതി, അതൊരു വലിയ ചോദ്യമാണ്. ദൈവം ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? ഞാൻ പറയാം, അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളെയൊക്കെ കോൺഫിഡൻസ് കൂടിയെന്നാണ്. യെസ്, അത് നമുക്ക് മനുഷ്യരിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ചില്ലറയല്ല. എങ്ങനെയാന്ന് വെച്ചാൽ പണ്ടിപ്പോൾ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ എ മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്ലാൻ എ നമ്മളിടും, എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും അത് നടക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അത് പൊളിഞ്ഞാലോ പടച്ചോൻ്റെ പരീക്ഷണമാണ്, ശിക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കും. അതിൽ നമ്മൾ ഡെസ്പാവും. ഒരു പ്ലാൻ ബി ഇല്ല. എന്നാൽ ഇന്ന് പ്ലാൻ എ ബി സി ഡി അങ്ങ് ഇസഡ് വരെയാണ്. എ പൊളിഞ്ഞാൽ ബി എടുക്കും, ബി പൊളിഞ്ഞാൽ സി എടുക്കും. അപ്പോൾ അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അതിൽ വലിയ പങ്ക് ദൈവങ്ങൾക്കല്ല മനുഷ്യർക്കാണ്. ഇപ്പം ഇന്നലെ തന്നെ നമ്മളെ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നമ്മളൊരു പ്ലാൻ വെച്ചു, അത് പൊളിഞ്ഞു, പ്ലാൻ ബി എടുത്തു, ഇത്രയേ ഉള്ളൂ. അതിവിടെ നടന്നു, ഇതെവിടെ ഇരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിലോ അത് ക്യാൻസൽ ആയത് എന്തോ ഒരു സാധനം തടയാൻ വേണ്ടിയിട്ടാണ്, നീ പോയിരുന്നെങ്കിൽ അവിടെ വല്ല ഉരുൾപൊട്ടലും ഉണ്ടാവും, അതുകൊണ്ട് പോവാതിരുന്നത് നന്നായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. ഇതാണ് സംഭവിക്കുക. എന്നിട്ട് ഇതിനെയൊക്കെ വെച്ച് നമ്മൾ കഥകൾ ഉണ്ടാക്കും. ഇതേപോലെ ചില ഇവിടെ സി എം വലിയുല്ലാഹിയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ഇതുപോലുള്ള കഥകളൊക്കെ വരുന്ന അങ്ങനെ സാന്ദർഭികമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് കഥകൾ ഉണ്ടാക്കി വിടും. ഇതാണ് സംഭവിക്കുക. അപ്പം ഇന്ന് അതില്ല. നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളെ കൃത്യമായിട്ട് പദ്ധതി രൂപീകരിച്ച് പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോവുക, അതിന് വേണ്ട ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതിൽ സത്യസന്ധരായിട്ടിരിക്കുക, സത്യസന്ധത കീപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിച്ച് നോക്കുകയും അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ആരിഫ് പറഞ്ഞൊരു പ്ലാൻ ബി സെറ്റ് ചെയ്തിട്ട് ഏതാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാൽ ദൈവത്തിനേക്കാൾ 100% ഈ പ്ലാൻ ബി ആയിരിക്കും വർക്ക്. അങ്ങനെ പതുക്കെ ഈ വിശ്വാസം അത് ആർക്കും ചെയ്യാവുന്ന ഒരു അടുത്ത തവണ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു സ്വതന്ത്ര ചിന്തകയായ പെൺകുട്ടിയാണെന്ന് എഴുതാൻ സാധിക്കുമായിരുന്നു. അത് ആർക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന കാര്യമാണത്. ആരിഫിൻ്റെ കോയ കോളിംഗ് ആരിഫ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു? അതേപോലെ ആരിഫിൻ്റെ കോയ കോളിങ്ങിന് ശേഷം കോൾ ചെയ്ത ആൾക്കാർ അപ്പോൾ എല്ലാവരും വിശ്വാസികളാണ്, കൂടുതലും കോൾ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ പിന്നീട് വിളിക്കാറുണ്ടോ? മീൻസ് അവരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഈ കോയ കോളിങ്ങിനെ ആരിഫ് ഏത് രീതിയിലാണ് എൻജോയ് ചെയ്യുന്നത്? അങ്ങനൊരു പരിപാടി തുടങ്ങിയിട്ട് ചില ആളുകൾ രണ്ടാമത് വിളിക്കാറുണ്ട്. ഓക്കെ, ചില ആളുകൾ രണ്ടാമത് വിളിച്ചിട്ട് അവർ പറയും അന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇപ്പം ഞാൻ കുറച്ചുകൂടി പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് വീണ്ടും പഴയ പോലെ തന്നെയാണ് അവർ സംസാരിക്കുക. അപ്പോൾ പിന്നെ അത് ആവർത്തന വിരസത ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇടാത്തതാണ്. അതങ്ങനെയാണ് സംഭവിക്കാറ്. പക്ഷെ അവർ കെയർഫുള്ളാണ്. രണ്ടാമത്തെ തവണ മണ്ടത്തെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട് പറയാതിരിക്കാൻ, പക്ഷെ സാധിക്കില്ല. ഇതാണ് സംഭവിക്കാറുള്ളത്. ചില ആളുകൾ തെറിയൊക്കെ കുറയും. ആദ്യം വിളിച്ച തെറിയൊന്നും പിന്നീട് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില കോളുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരാൾ ഒരിക്കൽ വിളിച്ച് 1,00,000 രൂപ ബെറ്റ് വരെ വെച്ചു. അപ്പോൾ ആൾ എന്നിട്ട് ബെറ്റ് പിന്നെ ഫോൺ എടുക്കും. ഞാൻ പലതവണ വിളിച്ചു, കാരണം പുള്ളി പിന്നെ ഫോൺ എടുത്തിട്ടില്ല. ഇനി കിട്ടുകയാണെങ്കിൽ നമുക്ക് പുളിക്കില്ലല്ലോ. പക്ഷെ അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവസാനം വേറൊരു ദിവസം അയാൾ വിളിച്ചു, അത് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ആളതായിരുന്നു എന്നുള്ളത്. അത് കേട്ട ആളുകൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇത് ബെറ്റ് വെച്ച ആളാണെന്നുള്ളത്. അങ്ങനെ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അന്ന് ചോദിച്ചാൽ മതിയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ആരെങ്കിലും അവിശ്വാസിയായി മാറുകയോ അതിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് വന്ന അനുഭവം എന്തെങ്കിലും ഉണ്ടോ? ചില ആളുകളുണ്ട് അങ്ങനെ. എന്ന് വെച്ചാൽ അവർ തുടക്കത്തിൽ വിളിക്കുന്ന ആ ലെവലിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ലെവൽ മാറിയിട്ടുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയാറുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും നന്ദി അറിയിക്കാണ്. കാരണം ആരിഫിനെ സംസാരിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ നിന്ന്. കുറച്ച് നേരം ആരിഫ് ഇവിടെ ഉണ്ടാവും, കാണേണ്ടവർക്ക് കാണാം. പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. എസൻസ് ഗ്ലോബൽ വയനാട് ഇങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തതിൽ നമ്മുടെ സംഘാടകർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന ചെറുതും വലുതുമായ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഇനിയും കൊടുത്തിട്ടുണ്ട്, പലരും കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് കൊടുത്തിട്ട് പോകണം. നമ്മുടെ സംഘാടകർ മിക്കവാറും രജിസ്ട്രേഷൻ കൗണ്ടറിൽ അവിടെ ഉണ്ടാവും. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഉപകാരമായിരുന്നു, ഇല്ലെങ്കിൽ അത് എസൻസിൻ്റെ ഒരു ബാധ്യതയായി മാറും. നമുക്ക് അടുത്ത തവണയും ഇപ്പം എല്ലാവരും കാണാൻ വന്നതാണ്, അടുത്ത തവണയും ഇതൊക്കെ ഭംഗിയായി സംഘടിപ്പിക്കാനുള്ള ഒരു ഊർജ്ജമാവും. ഇല്ലെങ്കിലും ചെയ്യും, എങ്കിലും ഇത് പിന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു സീറ്റായിട്ട് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും ഒക്കെ ചെയ്യുക. ഇത്രയും നേരം പരിപാടി കുറേ നീണ്ടുപോയെങ്കിലും ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന് ഞങ്ങളെല്ലാവരും കേട്ട നിങ്ങൾക്ക് എസൻസ് ഗ്ലോബൽ വയനാടിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ആരിഫിന് പ്രത്യേക നന്ദി. താങ്ക് യു.